ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു തിരശീല പോൽ മാനത്തെ വിരിപ്പോ മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു തിരശീല പോൽ മാനത്തെ വിരിപ്പോ മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു മേഘങ്ങളെ തന്റെ തേരാക്കിയും ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ കാറ്റിനെ തൻ ദൂതന്മാരായി നിയമിക്കുന്നു അഗ്നിജ്വാലയെ തന്റെ സേവകരായും കാറ്റിനെ തൻ ദൂതന്മാരായി നിയമിക്കുന്നു അഗ്നിജ്വാലയെ തന്റെ സേവകരായും മരണപാതാളത്തിൻ താക്കോലുള്ളവൻ എന്നേക്കും നിത്യജീവനേകിടുന്നവൻ മരണപാതാളത്തിൻ താക്കോലുള്ളവൻ എന്നേക്കും നിത്യജീവനേകിടുന്നവൻ എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ എന്റെ ദൈവമോ അവനുന്നതനല്ലോ എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ പിടിച്ചും അവൻ മൊഴി ഹിമത്തേക്കാൾ വെണ്മയുള്ളത്
വല്ലഭനല്ലോ. എൻ മനമെന്നെന്നും വാഴ്ത്തിയിടുമേ, സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ. എൻ മനമെന്നെന്നും വാഴ്ത്തിയിടുമേ, സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ. സർവമഹത്വത്തിനും യോഗ്യനവൻ, യാഹെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. സർവമഹത്വത്തിനും യോഗ്യനവൻ, യാഹെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. എന്റെ ദൈവമോ അവൻ ഉന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എന്റെ ദൈവമോ അവൻ ഉന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായി ദൈവമക്കളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം എനിക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു. ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നുവെന്ന്. ഈ തിരുവചനത്തിലെ മർമ്മങ്ങളെ അറിയുവാൻ ഒടികളായ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പഴയ നിയമത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനായിരുന്നു ഏലിയാവ്. നമുക്കെല്ലാവർക്കും ഏലിയാവിനെ കുറിച്ച് അറിയാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ യാക്കോബ് ഈ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് നാം തിരുവചനത്തിൽ വായിച്ചത്. ഏലിയാവ് നമുക്കെല്ലാവർക്കും സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ആ ദൈവദാസൻ അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ സാധാരണക്കാരനായ മനുഷ്യനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കിട്ടിയപ്പോൾ ദൈവം അവനെ അത്ഭുതകരമായി ഉപയോഗിച്ചു. ദൈവം സ്വർഗത്തിനും ഭൂമിക്കും മീഡിയേറ്ററായിട്ട്, സ്വർഗത്തിലെ തീ ഭൂമിയിൽ ഇറക്കുവാനായിട്ട് എളിയവനായ ഏലിയ പ്രവാചകനെ ദൈവം ഉപയോഗിച്ചതായിട്ട് നാം കാണുകയാണ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഹൃദയത്തിൽ ആഗ്രഹമുള്ള ദൈവമക്കളെയൊക്കെയും രൂപാന്തരപ്പെടുത്തി, എത്ര ചെറിയവനായാലും അവനെ ഉന്നതമായ ശുശ്രൂഷകൾ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്നും ഭൂമിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും കർത്താവായ യേശുക്രിസ്തു മനുഷ്യരിലേക്ക് ആശയോടെ നോക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയ ശേഷം തൻ്റെ വേല തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് കടന്നുപോയത്. ഈ തലമുറയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിൻ്റെ ജീവനുള്ള സാക്ഷികളാകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയുമാണ് കണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ ദൈവവേലക്കാരാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മുഖാന്തരമാണെന്ന് നാം കാണുന്നു. പ്രവാചകനായ ഏലിയാവിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. ഇസ്രായേലിൽ നമുക്കറിയാമല്ലോ, അന്നത്തെ കാലത്ത് ജനം വിഗ്രഹാരാധനയിലേക്ക് മാറി. ഏലിയാവ് അതെല്ലാം കണ്ട് മനം നൊന്ത് പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ നാം കാണുന്നുണ്ട്, അന്നത്തെ രാജാവായിരുന്ന ആഹാബ് അവനൊരു ദുഷ്ടനായിരുന്നുവെന്നും അവൻ വിഗ്രഹങ്ങളെ സേവിക്കുന്നവനായിരുന്നുവെന്നും സത്യദൈവമായ യഹോവയെ മറന്ന് ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുപോയ ഒരു രാജാവായിരുന്നു ആഹാബ് എന്ന് നാം കാണുന്നുണ്ട്. നമുക്ക് വായിക്കാം. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു. നബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളിൽ
നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ യത്ബാലിൻ്റെ മകളായ യെസബേലിനെ ഭാര്യയായി. ദൈവത്തിന് സ്തോത്രം. അവനൊരു വിവാഹാലോചന വന്നു. അതും ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നില്ല. അവൻ ഇസ്രായേലിൽ വിഗ്രഹാരാധന തുടങ്ങുകയും എന്നാൽ അതിലെല്ലാം ഉപരിയായി അവനൊരു അന്യസ്ത്രീയെ വിവാഹം കഴിക്കുവാനായിട്ട്, ആ ഇസബേലിനെ വിവാഹം കഴിക്കുവാനായിട്ട് ആലോചിക്കുകയും അങ്ങനെ അവരുടെ വിവാഹം നടക്കുകയും ചെയ്തതെല്ലാമായിട്ട് തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. ഈ ഇസബേൽ അവളെ വിഗ്രഹാരാധിയായിരുന്നു. ഇസബേലിൻ്റെ അടുക്കൽ ഒരിക്കലും ഈ ആഹാബ് രാജാവ് ചെല്ലുവാൻ പാടുണ്ടായിരുന്നതല്ല. കാരണം ഇസ്രായേലിലെ ദൈവമക്കൾ ഒരു വിവാഹം കഴിക്കുമ്പോൾ അന്യജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് വിവാഹബന്ധത്തിനെ അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ ഈ സ്ത്രീക്ക് മനസ്സിലായി കാണും, ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ ആചരിക്കുന്നവനല്ല, ഈ മനുഷ്യൻ ദൈവമായിട്ടൊരു ബന്ധമില്ല, ഈ മനുഷ്യന് ഇസ്രായേലിൻ്റെ രാജാവായ യഹോവയായ ദൈവത്തിൻ്റെ യാതൊരു കൽപ്പനയിലും താല്പര്യമില്ലാത്തതും ഇവന് ഏത് രീതിയിലും വളച്ചെടുക്കാമെന്ന് ആ ഇസബേൽ അന്നേ തീരുമാനിച്ചതാണ്. പിന്നെ രാജകൊട്ടാരത്തിലെ ഭരണം ഇസബേലായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു വ്യക്തി അവൾ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ അത് മറിച്ചു കളയുവാൻ മറ്റേ വ്യക്തിക്ക് സാധിക്കും. എന്നാൽ ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനെ നല്ല രീതിയിൽ കൊണ്ടുവരുവാനും അതുപോലെ ഭർത്താവിനെ നല്ല ചീത്ത രീതിയിലാക്കുവാനും എല്ലാം ഒരു ഭാര്യയ്ക്ക് കഴിയും, അതുപോലെ ഭർത്താവിനും കഴിയും. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ ഇസബേല് ആ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ അവളുടേതായ മ്ലേച്ഛ വിഗ്രഹങ്ങളും അവളുടേതായ പ്രവാചകന്മാരെയും അശേര പ്രവാചകന്മാരെയും ബാലിൻ്റെ പ്രവാചകന്മാരെയും എല്ലാമായിട്ടാണ് അവൾ വന്നത്. ഇസ്രായേലിൽ ഉണ്ടായിരുന്ന വിഗ്രഹാരാധന പോരാതെ ഒന്നുകൂടി അവർ ദോഷത്തിലേക്ക് പോകുന്നതായിട്ട് നാം കാണുകയാണ്. ആ കാലത്ത് ഏലിയാവ് ഇതെല്ലാം കണ്ട് മനം തൊന്ന്, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഏലിയാവ് തിശ്ബയിലെ മലഞ്ചെരുവുകളിലെല്ലാം ഇരുന്ന് അവൻ കണ്ണുനീരോട് ദൈവത്തോട് അപേക്ഷിക്കുകയായിരുന്നിരിക്കാം. ദൈവമേ, ഈ ദേശത്ത് സത്യദൈവം യഹോവയാണെന്ന് ഇനി എന്നാണ് തെളിയുന്നത്? ദൈവം ജനമെല്ലാം ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ ഈ ദേശത്ത്. ദൈവമേ, നിന്റെ വേല നടക്കുവാൻ നീയാണ് സത്യദൈവമെന്ന് തെളിയുവാൻ ഇനി എന്താണ് മാർഗമെന്ന് പ്രവാചകനായ ഏലിയാവ് കാലങ്ങളായി ആ മലമടക്കുകളിലെല്ലാം ഇരുന്ന് പ്രാർത്ഥിച്ചു കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ് ഏലിയാവിനെ കുറിച്ച് നാം ആദ്യമായി കാണുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ളത് തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ആ ഏലിയാവിനെ കുറിച്ച് അവൻ്റെ ക്വാളിഫിക്കേഷനോ അവൻ എന്തെങ്കിലും ഡിഗ്രി ഉണ്ടായിരുന്നുവോ, അവൻ ധനവാനായിരുന്നുവോ, അവൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യമോ ഒന്നും അവിടെ കാണുന്നില്ല. തിശ്ബിയാ ദേശത്ത് നിന്ന് തിശ്ബിനായ ഏലിയാവ് വന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ വന്നു, അവൻ ധൈര്യത്തോടെ ആഹാബിൻ്റെ അടുക്കിലേക്ക് കയറി ചെന്നു. അവൻ ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ നാളുകളിൽ ഇസ്രായേലിൽ മഞ്ഞും മഴയും ഇനി ഉണ്ടാകുകയില്ല എന്ന് അവൻ പറഞ്ഞു. അവൻ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ, അവൻ കാലങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം അവനോട് സംസാരിച്ചു. മകനെ, നീ ഇങ്ങനെ പറഞ്ഞുകൊള്ളുക, ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് യഹോവയായ ദൈവം അവൻ അരുളപ്പാട് കൊടുത്തതനുസരിച്ചാണ് അവൻ ആഹാബ് രാജാവിൻ്റെ അടുക്കിലേക്ക് കയറി ചെന്നത്. ആഹാബിൻ്റെ അടുക്കൽ അവൻ തീരുമാനിച്ചു ധൈര്യത്തോടെ കയറി ചെല്ലണം. വേറെ ആരും കൂട്ടില്ലായിരുന്നു. ഒറ്റയ്ക്ക് അവൻ പ്രവാചകൻ രാജാവിൻ്റെ അടുക്കിലേക്ക് കയറി ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകുകയില്ലെന്ന്. നാം തിരുവചനത്തിൽ വായിക്കുന്നത് 3 ആണ്ടും 6 മാസവും മഴ പെയ്യാതെ ദേശത്ത് മഴയില്ലായിരുന്നു എന്ന് നാം കാണുകയാണ്. എന്താണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം? അതിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണ്? ഏലിയാവിന് ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേശത്ത് യഹോവയാണ് സത്യദൈവമെന്ന് തെളിഞ്ഞു വരണം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവാചകൻ ധൈര്യമായിട്ട് കയറി ചെന്നു. ഈ ധൈര്യമെല്ലാം ഒരു ദിവസം കൊണ്ട് കിട്ടിയതാണെന്ന് നമ്മൾ ആരും ധരിക്കരുത്. അനവധി നാളുകൾ അവൻ പ്രാർത്ഥിച്ചിരുന്നു കാണണം. എന്നാൽ അതിനുശേഷവും ഈ ആഹാബിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ ശേഷവും പ്രവാചകനായ ഏലിയാവിനെ ദൈവം പല രീതിയിൽ ശോധന ചെയ്ത് തൻ്റെ വേലയ്ക്ക് വേണ്ടി, തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവനെ ഒരുക്കുകയാണ്. ദൈവം തൻ്റെ മക്കളെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുത്ത മക്കളെ വീണ്ടും ശുദ്ധീകരിക്കുകയും ദൈവത്തിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി അവരെല്ലാം ദൈവം ഒരുക്കുന്നതും തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഏലിയാവിനെ ദൈവം പിന്നെ ചൂരച്ചെടിയുടെ തണലിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ആ അധ്യായത്തിൽ നാം കാണുകയാണ്. ചൂരച്ചെടി തണലിൽ അവൻ കിടന്നു. കാക്കയെ കൊണ്ട് അവൻ ആഹാരം കൊടുപ്പിച്ചു. ആ തോട്ടിലെ വെള്ളം അവൻ കുടിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കരീത്ത് തോട്ട് വറ്റിപ്പോയി എന്നെല്ലാം നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ മക്കളെ,
ദൈവം ശാസനയിൽ കൂടെയും ശിക്ഷണത്തിൽ കൂടെയും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടെയും എല്ലാം വളർത്തി ദൈവം അവരെ മുന്നോട്ട് കൊണ്ടുപോയി ദൈവം ഉദ്ദേശിക്കുന്ന വേല അവരെ കൊണ്ട് ചെയ്യിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നത് നാം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ അവനെ സരാപ്തയിലെ വിധവയുടെ അടുക്കിലേക്ക് അയച്ചു. ആ വിധവയുടെ അടുക്കലും കുറെ കാലം പാർത്തു. എന്നാൽ അവൻ്റെ ശുശ്രൂഷയ്ക്കുള്ള സമയമായപ്പോൾ ദൈവം അവനെ വീണ്ടും വിളിച്ചു. അവൻ ധൈര്യത്തോടെ ആഹാബിൻ്റെ അടുക്കൽ കയറി ചെന്നു. പ്രവാചകനായ ഏലിയാവ് ആഹാബ് രാജാവിൻ്റെ അടുക്കൽ കയറി ചെന്നു. നമുക്ക് വായിക്കാം 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമുക്ക് വായിക്കാം. അതിന് അവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. രാജാവിനോട് പറയാണ്, അന്ന് രാജ്യം ഭരിക്കുന്ന രാജാവിനോട് പാവപ്പെട്ട പ്രവാചകൻ ചെന്ന് പറയുകയാണ്, ഈ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയാണ് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്. ധൈര്യത്തോടെ പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ അവരെ പ്രസ്താവിക്കുകയാണ്. രാജാവാണെന്ന് നോക്കിയില്ല. ദൈവമക്കളെ, ഈ ധൈര്യം പ്രവാചകൻ എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ധൈര്യം കിട്ടുന്നത് യഹോവയുടെ ആത്മാവിൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ മേൽ വരുമ്പോൾ അവന് ആവശ്യമുള്ള ശക്തിയും ബലവും എല്ലാം സ്വർഗത്തിലെ ദൈവം അവന് കൊടുക്കും. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാര് അവരാടിയും വലഞ്ഞു പോയ കാലമുണ്ട്. കർത്താവ് അവരെ വിളിച്ചു, ശിഷ്യന്മാരാക്കി. എന്നാൽ 3.5 വർഷം കൊണ്ട് നടന്നിട്ടും അവർക്ക് വേണ്ടതായ ധൈര്യമോ കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ള കൃപയോ അനുഗ്രഹമോ അവർക്ക് ലഭിക്കാതിരുന്ന കാലത്ത് നാം തിരുവചനത്തിൽ വായിക്കുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവരുടെ മേൽ വരികയും അവർ ശക്തരായി തീർന്നത് നാം കാണുകയാണ്. ആ ദൈവശക്തിയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ദൈവത്തിൻ്റെ വേലക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ, സ്വന്തം ശക്തിയാലോ സ്വന്തം ഭക്തി ഉണ്ടോ ഇതൊന്നും നമുക്ക് സാധിക്കുന്ന കാര്യമല്ലെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏലിയാവ് ധൈര്യത്തോടെ കയറി ചെന്നു. നമുക്ക് വായിക്കാം, താഴോട്ട് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അപ്പോൾ ഏലിയാവ് അടുത്തിയെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? അവര് പകുതി ആരാണ് ദൈവം എന്ന് അവർക്ക് സംശയമാണ്. ഒരു കാലത്ത് സത്യദൈവത്തെ ആരാധിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ അവിടുത്തെ രാജ്യഭരണം ചെയ്യുന്ന രാജാവും അവിടുത്തെ ആളുകളുമെല്ലാം കൂടി ആ ഇസ്രായേലിലെ ദൈവമായ യഹോവയുടെ നാമത്തിന് പകരം ബാലിൻ്റെ നാമത്തെ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ബാലിനെയാണ് ഇപ്പോൾ ആരാധിക്കുന്നത്. ചിലർക്കെല്ലാം ഉള്ളിൽ ആഗ്രഹമുണ്ട്, അവർക്ക് സംശയമാണ് ആരാണ് സത്യദൈവം എന്ന്. സത്യദൈവത്തെ പിടികിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഇന്നും അനേക ക്രൈസ്തവർ അങ്ങനെയാണ്. ആരാണ് സത്യദൈവം? ഒരു സത്യദൈവമുണ്ടോ? ഒരു യഹോവയായ ദൈവമുണ്ടോ? കർത്താവായ യേശുക്രിസ്തു ഉണ്ടോ? എല്ലാം സംശയിക്കുന്ന അനേകായിരങ്ങളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജനത്തോട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? ബാൽ ദൈവമാണെങ്കിൽ അവനെ അനുഗമിപ്പീൻ. ഇസ്രായേലിൽ യഹോവ ദൈവമാണെങ്കിൽ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. പ്രവാചകനായ ഏലിയാവ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, യാഗപീഠമുണ്ടാക്കാം. 2 യാഗപീഠമുണ്ടാക്കാം. ഒരു യാഗപീഠത്തിൽ ബാലിൻ്റെയും അവരുടെ പ്രവാചകന്മാർ ഒരു സ്ഥലത്തും, മറ്റൊരു സ്ഥലത്ത് സത്യദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാനും യാഗപീഠം ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 2 പേർക്കും മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ആരുടെ യാഗപീഠത്തിലാണ് ആകാശത്തിൽ നിന്ന് തീയിറങ്ങി യാഗപീഠം ദഹിക്കുന്നത്? അവരുടെ ദൈവമാണ് സത്യദൈവമെന്ന് ഈ പ്രവാചകൻ പറഞ്ഞു. അതെല്ലാവർക്കും സമ്മതമായി. അങ്ങനെ 2 യാഗപീഠങ്ങൾ ഒരുങ്ങുകയാണ്. ബാലിൻ്റെ പ്രവാചകന്മാർ രാവിലെ മുതൽ ഉച്ചവരെയും അവര് വാവിട്ട് നിലവിളിച്ചു, അവർ പ്രാർത്ഥിച്ചു, അവർ ശരീരത്തെ മുറിവേൽപ്പിച്ചും. നമുക്ക് നോക്കിയാൽ കാണാം, ഏലിയാവിനേക്കാൾ ഭക്തി കൂടുതൽ ഈ ബാലിൻ്റെ പ്രവാചകന്മാർക്കാണെന്ന് നമുക്ക് തോന്നും. അവർ പ്രാർത്ഥിച്ചു, രാവിലെ മുതൽ ഉച്ചവരെയും പ്രാർത്ഥിച്ചിട്ടും ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്നുണ്ട് 18-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. ഞാൻ യഹോവയുടെ നാമത്തെയും വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ് സത്യദൈവം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ പ്രവാചകൻ പറഞ്ഞു, ഏത് യാഗപീഠത്തിലാണോ തീ ഇറങ്ങുന്നത് അവരുടെ ദൈവമാണ് സത്യദൈവം എന്ന് ജനമെല്ലാം സമ്മതിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ മനുഷ്യ ജീവിതത്തിൽ കത്തിയാൽ, മനുഷ്യ ജീവിതത്തിൽ ഇറങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ നടക്കും. ദൈവ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ തീയിടുവാനായിട്ട് വന്നു,
ആ തീ ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. നമ്മളെല്ലാം തീ പിടിപ്പിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് തരുവാനായിട്ട് അതിനാണ് കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നു. അവൻ കരയേറിപ്പോയി തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. യാഗപീഠം ഒരുങ്ങി, യാഗപീഠത്തിൻ്റെ അടുത്തുകൾ പ്രാർത്ഥന തുടങ്ങി. രാവിലെ മുതൽ ഉച്ചവരെയും വിഗ്രഹാരാധികളായ ആളുകൾ അവർ പ്രാർത്ഥിച്ചു. എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഭോജനയാഗം കഴിക്കേണ്ട സമയമായപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് ധൈര്യത്തോടെ എഴുന്നേറ്റു. ദൈവത്തിൻ്റെ സ്തോത്രം. ഒറ്റയ്ക്കാണ് പ്രിയപ്പെട്ടവർ, ആരും കൂട്ടില്ല. ഏകനായി നിൽക്കുകയാണ്. ഏകനായി ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട പ്രവാചകനാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ആരും കൂട്ടില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ഏകനായി നിൽക്കേണ്ട സ്ഥലത്തും നമുക്ക് കൂട്ടായിട്ടൊരു ദൈവമുണ്ട്. പുഴുവായി യാക്കോബേ, ഇസ്രായേൽ പരിശിയെ, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് യാക്കോബിനെ ധൈര്യപ്പെടുത്തിയവനായ ദൈവം, അവൻ നമ്മുടെ ദൈവമാണ്. പ്രവാചകനായ ഏലിയാവ് എഴുന്നേറ്റ് നിന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഏലിയാവിൻ്റെ പുറകിൽ അദൃശ്യമായി ദൈവത്തിൻ്റെ കരം മുഴുവനും അവിടെ താണിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. മനുഷ്യനാരും കണ്ടില്ല. മനുഷ്യൻ നോക്കുമ്പോൾ ഒരു ഏലിയാവ് മാത്രമേ അവിടെ കാണുകയുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏലിയാവിൻ്റെ പുറകിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു ജീവനുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് വായിക്കാം 18-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തിയെന്നു. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും. ഏലിയാവ് പ്രാർത്ഥിച്ച് പ്രധാനമായിട്ട് 36-ാം വാക്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3 കാര്യങ്ങളാണ് ഏലിയാവ് പ്രധാനമായി പ്രാർത്ഥിക്കുന്നത്. വായിക്കാം. യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും, ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും വെളിപ്പെട്ടു വരുവാറാകട്ടെ. ഏലിയാവിൻ്റെ കൊച്ചു പ്രാർത്ഥന അതായിരുന്നു. 3 കാര്യങ്ങളാണ് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഏലിയാവ് പ്രാർത്ഥിക്കുന്ന 1-ാമത്തെ കാര്യം, ഇസ്രായേലിൽ ദൈവമാരാണെന്ന് തെളിയണം. ആ ബാലിൻ്റെ ദൈവമാണോ അതോ യഹോവയാണോ സത്യദൈവമെന്ന് തെളിഞ്ഞു വരണം. അതാണ് 1-ാമത്തെ കാര്യം. അത് ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാകാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും മറുപടിയും ഉത്തരവും ഒന്നും ലഭിക്കാറില്ല. എന്നാൽ ഇത് ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. കാലങ്ങളായി ദൈവം ഏലിയാവിൻ്റെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു നൊമ്പരമായിരുന്നു. യഹോവയ്ക്ക് വേണ്ടി അവൻ നിൽക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മീഡിയേറ്ററായിട്ട്, സ്വർഗത്തിലെ തീ ഭൂമിയിൽ ഇറക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു പാവപ്പെട്ട പ്രവാചകനാണ് ഏലിയാ പ്രവാചകൻ. അവൻ വന്ന് പ്രാർത്ഥിച്ചു. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയായിരുന്നു. പിതാക്കന്മാരുടെ പേര് വിളിച്ച് ഈ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, നീ ഇസ്രായേലിൽ ദൈവമെന്ന് ഇന്ന് തെളിഞ്ഞു വരണം. തീ ഇറങ്ങിയാൽ തെളിയും പ്രിയപ്പെട്ടവരെ. തീ ഇറങ്ങിയാൽ പലതും കത്തും. അന്ധകാര ശക്തികളെ ദഹിപ്പിക്കുന്ന സ്വർഗത്തിലെ ശക്തി ഭൂമിയിൽ ഇറങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, ജനം ദൈവത്തിലേക്ക് തിരിയും. 2-ാമത് അവൻ പറഞ്ഞു, ഞാൻ നിന്റെ ദാസനെന്ന്. ഒരു ദൈവവൈതലിന് വേണ്ട 3 ക്വാളിഫിക്കേഷനും അവിടെ പറയുന്നുണ്ട്. 1-ാമതായി എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? യഹോവയായ ദൈവത്തിൻ്റെ മഹത്വം. എൻ്റെ സ്വന്തം മഹത്വമല്ല, എൻ്റെ കീർത്തിയല്ല, എൻ്റെ പുകഴ്ചയല്ല, എൻ്റെ കാര്യമല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം. എൻ്റെ മന്ദിരം ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ഈ മന്ദിരത്തിൽ വസിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടത് ഞാനാണെന്നുള്ള ഉത്തരവാദിത്വ ബോധത്തോടെ നമ്മൾ ജീവിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും പ്രിയപ്പെട്ടവരെ. പ്രവാചകനായ ഏലിയാവിൻ്റെ ആഗ്രഹം സ്വർഗത്തിലെ തീ യാഗപീഠത്തിൽ കത്തുമ്പോൾ 1-ാമതായിട്ട് തെളിയേണ്ട കാര്യം, ഈ ഭൂമിയിൽ ഇസ്രായേലിൽ ദൈവം നീ തന്നെയാണ്, ബാലല്ല എന്ന്. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ഞാൻ നിന്റെ ദാസനാണെന്ന് തെളിയണം. യഹോവയുടെ ദാസൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്രയോ വലിയ പദവിയാണ് ഒരു ദൈവവൈതലം എന്നുള്ള പദവി. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന്, ലോകത്തിൻ്റെ അഴുക്കിൽ നിന്ന് ഒരു മനുഷ്യനെ വേർതിരിച്ച് ദൈവവൈതലാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കൃപ. യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ ഭാഗ്യം നൽകിയിരിക്കുന്നു. എവിടെ കിടന്നവരായിരുന്നു പ്രിയപ്പെട്ടവരെ? ദൈവമക്കൾക്ക് എന്താണ് അവകാശം? ദൂരദേശത്ത് പരദേശിയായി പാർത്തവര്, പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറയ്ക്കുവാൻ ആഗ്രഹിച്ചവര് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് വന്നപ്പോൾ അവരെ സ്വർഗത്തിലെ പൗരനാക്കി തീർത്ത ദൈവകൃപ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അർഹതയില്ലാത്തവന് കൊടുക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം.
ദൈവത്തിൻ്റെ കൃപ പാപിയായ മനുഷ്യനെ വിളിച്ച് വേർതിരിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലകൾ എന്തെന്ന് തിരിഞ്ഞു നോക്കാതെ അതെല്ലാം മറച്ചു തരുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്നാൽ എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. The hills may move and the mountains may depart, but my compassion never fails. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒരിക്കൽ സമർപ്പണമെടുത്ത് മുന്നോട്ട് വന്നിട്ട് പലപ്പോഴും നമ്മൾ മാറിപ്പോയിട്ടില്ലേ? എന്നാലും മാറാതെ നമ്മുടെ പിറകെ നിൽക്കുന്ന ഒരു ദൈവസ്നേഹമാണ് നമ്മൾ കാണേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിന്നെയും സ്നേഹിച്ച് നിത്യസ്നേഹത്താലാണ്. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. I love you with the everlasting love. നിത്യസ്നേഹത്താൽ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം മാറിപ്പോകുന്നതല്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ മാറും, എന്നാൽ ദൈവം മാറുകയില്ല. ഈ നല്ലൊരു ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം. ഈ കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അവൻ്റെ ശുശ്രൂഷകരായി നിൽക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചതിനായി സ്തോത്രം. എലിയാവ് 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. ഇന്ന് നീ ദൈവമെന്ന് തെളിയണം, പിന്നെ ഞാൻ ദാസനെന്ന് തെളിയണം. 3-ാമത്തെ കാര്യവും ഏലിയാവ് പ്രാർത്ഥിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും 3 വർഷം ഈ ദേശത്ത് മഴ പെയ്യ്ക്കാതിരിക്കുകയും ചെയ്തതെല്ലാം എൻ്റെ സ്വന്തം ഹിതപ്രകാരമല്ല, നിന്റെ ഇഷ്ടപ്രകാരമാണെന്ന് ഇന്ന് തെളിഞ്ഞു വരണമെന്ന് പറഞ്ഞു. 3 കാര്യങ്ങളും ഏലിയാവ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ അടുത്ത വാക്യം വായിക്കാം. 18-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം നമുക്ക് വായിക്കാം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. ഉടനെ സ്വർഗത്തിലെ തീ ഭൂമിയിലേക്ക് ഇറങ്ങി യാഗപീഠവും മണ്ണും എല്ലാം ദഹിച്ചു. ബാലിൻ്റെ പ്രവാചകന്മാർ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരാതിരുന്ന ഒരു സത്യദൈവം, പ്രിയപ്പെട്ടവരെ, യഹോവയായ ദൈവം, ഇസ്രായേലിൽ അവനാണ് ദൈവമെന്ന് തെളിയേണ്ടതിന് ഏലിയാ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാലങ്ങളായിട്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് തെളിഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ജനം എന്താണ് പറഞ്ഞത്? 18-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം നമുക്ക് വായിക്കാം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ജനം കവിണ്ണു വീണത്? തീ കണ്ടപ്പോഴാണ്. സ്വർഗത്തിലെ തീ ഭൂമിയിൽ ഇറങ്ങുന്നു കണ്ടപ്പോൾ ജനം കവിണ്ണു വീണു. അവർ ദൈവത്തെ ആരാധിച്ചു. അവർ പറഞ്ഞു, യഹോവയായ ദൈവമാണ് സത്യദൈവം. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ മധ്യത്തിലും ഞാനും പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. ഞാനും കാത്തിരിക്കുകയാണ് സ്വർഗത്തിലെ തീ ഭൂമിയിൽ ഇറങ്ങുന്നത് കാണുവാൻ. പെന്തക്കോസ്തിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മേലിറങ്ങി അവരെ അഭിഷേകം ചെയ്ത, അവരെ ആത്മനിറവിൽ നടത്തിയ, അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അവരെ അനുഗ്രഹിച്ച സ്വർഗത്തിലെ തീ ഇനിയും കത്തണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മധ്യേ അത് കത്തണം. ഒരു ദിവസം ആ തീ കത്തും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവൻ വാക്ക് പറഞ്ഞവനാണ്, വാക്ക് തന്ന ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ആകാശം പർവ്വതങ്ങൾ മാറും, കുന്നുകൾ മാറും, എന്നാൽ എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. മനുഷ്യൻ ചിലപ്പോൾ മാറിയെന്ന് വരാം, എന്നാൽ മാറാത്തവനായ ദൈവം. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. 18-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യം നമുക്ക് വായിക്കാം. ഇതെല്ലാം കഴിഞ്ഞു. ഈ ബാലിൻ്റെ പ്രവാചകന്മാരെയെല്ലാം, അശേര പ്രവാചകന്മാരെയെല്ലാം ഏലിയാവ് വെട്ടിക്കൊന്നതായിട്ട് നാം കാണുകയാണ്. അത് കഴിഞ്ഞ് ഏലിയാവ് നേരെ പോയത് ആ പർവ്വതത്തിലേക്ക് പോയി. അവൻ മുഴങ്കാലിൻ്റെ ഇടയിൽ തൻ്റെ തലകളെ വെച്ച് അവൻ പ്രാർത്ഥിച്ചു. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട്. ഒരു വലിയ മഴ പെയ്യണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മധ്യത്തിൽ ഒരു വലിയ മഴ, സ്വർഗത്തിലെ പെരുമഴ പെയ്യണം. പാപികളായി നമ്മൾ മനസ്സാന്തരപ്പെടുവാൻ, പാപികളായി നമ്മൾക്ക് പുതിയ ജീവൻ ലഭിക്കുവാൻ, പുതിയ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ, പുതിയ കൃപകൾ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ഏലിയാവിൻ്റെ ദൈവം, ഒരു സത്യദൈവം ജീവിക്കുന്നു. ഒരു സത്യദൈവം നമ്മളെ വിളിച്ചു, നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പെരുമഴ പെയ്യണമേ കർത്താവേ, ഒരു വൻമഴ ഞങ്ങളുടെ മധ്യേ പെയ്യണമേ കർത്താവേ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ കർത്താവേ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.